പൊതുവെ എല്ലാവരും പറയാറുണ്ട് പുതിയ പിള്ളേർക്ക് ദൈവഭയമില്ലെന്നൊക്കെ. ഒരു ഭയമുണ്ടായാൽ അവിടെ ബന്ധമുണ്ടാകുമോ? നമ്മൾ പൊതുവായിട്ട് കേൾക്കാറുള്ള ദൈവഭയത്തെക്കുറിച്ചാണ് ഇപ്പം നമ്മുടെ ഉന്നയിച്ച വിഷയം. വളരെ കൃത്യമായൊരു ചോദ്യമാണ്. ദൈവഭയം നല്ലതാണ്, പക്ഷേ ഇങ്ങനെ ഭയമുണ്ടായാൽ ബന്ധമുണ്ടാകുമെന്നുള്ളത്. തീർച്ചയായിട്ടും അപ്പം ആ ഭയത്തെക്കുറിച്ച് നമ്മൾ അതെങ്ങനെയാണ് ദൈവഭയം എന്നൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. നമ്മളിപ്പോൾ പറയാം, സാധാരണ പറയുന്ന കണക്ക് പാമ്പിനെ പേടി, അല്ലെങ്കിൽ കടിക്കുന്ന പട്ടിയെ പേടി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലത്, അല്ലേ? അങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഭയമുള്ളപ്പോഴും ഒരു ബന്ധമുണ്ടാകണം. ബന്ധത്തിൽ നിന്ന് അകറ്റുന്നതല്ല ഭയം, ദൈവഭയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭയം എന്താണെന്ന് ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു ആ ഭയം എന്ന് പറയുന്നത് ആ ദൈവത്തെക്കുറിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന ഒരാദരവും ഭക്തിയും എല്ലാം കൂടെ ചേരുന്ന ഒരു വികാരമാണ്. കേട്ടില്ലേ? ഭയഭക്തി ബഹുമാനം ഇതെല്ലാം കൂടെ ചേരുന്ന. കാരണം ഈ ദൈവം നമുക്ക് സങ്കല്പിക്കാനാവാത്ത വിധം എത്ര വലുതാണ്. നമ്മൾ വളരെ നിസ്സാരമായിട്ട് സമീപിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചും പറഞ്ഞും ദൈവത്തെക്കുറിച്ചും കേട്ടുമൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും, വളരെ ഈസിലി അക്സസബിൾ. പക്ഷേ ഒന്ന് ധ്യാനിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ സർവ്വപ്രപഞ്ചവും സൃഷ്ടിച്ച ഈ സർവ്വപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മാത്രമല്ല, ഒരു അദൃശ്യ പ്രപഞ്ചമുണ്ട് നമ്മൾ കാണാത്തത്, അല്ലേ? സൂര്യൻ, ഗ്രഹങ്ങൾ. ഈ സൂര്യൻ്റെയൊക്കെ മുമ്പിൽ ഭൂമി എന്ന് പറഞ്ഞാൽ വെറും ഒരു കുത്തുപോലെയാണ്. ഈ സൂര്യനോ മറ്റു ഗ്രഹങ്ങളുടെ മുമ്പിൽ വെറും ഒരു പോയിന്റാണ്. പിന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് പ്രപഞ്ചങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മഹാപ്രപഞ്ചത്തിൽ അതിൽ അനേകം കുത്തുകളിൽ ഏറ്റവും ചെറിയ കുത്തായിട്ട് വെറും നിസ്സാരക്കാരനായ ഒരു മനുഷ്യൻ സങ്കല്പിക്കാനാവാത്ത വിധം വലിയൊരു ദൈവത്തെയാണ് സമീപിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മജസ്റ്റി, ആ ഗ്ലോറി, അത് തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആദരവ് നിറഞ്ഞൊരു വികാരം, അതിന് പറയുന്ന പേരാ ഭയമെന്ന്. അതിന് നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് കേൾക്കാറുള്ള പേടി എന്ന് പറയുന്നതുമായിട്ട് കൂട്ടിക്കെട്ടി ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ മോശ ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മഹാദൃശ്യം കണ്ടെന്നാണ് പറഞ്ഞത്. ഒരു ചെടി നിന്ന് കത്തുന്ന ഒരു മഹാദൃശ്യം. ഇത് കണ്ടിട്ട് മോശ ആ വലിയൊരു കാഴ്ച കണ്ട കണക്ക് അങ്ങോട്ട് പാഞ്ഞെടുക്കുമ്പോൾ ആ എരുതി ചെടിയിൽ നിന്ന് വരുന്നൊരു സ്വരമാണ്, അടുത്തു വരരുത്. ദൈവം സ്നേഹമാണ്, പക്ഷേ ആ ദൈവത്തെ നമ്മൾ ധ്യാനിക്കാത്തത് മൂലം സ്നേഹമായ ദൈവം വളരെ നിസ്സാരമായി നമ്മുടെ മനസ്സിൽ മാറുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും, അല്ലേ? ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയുന്നൊരിതുണ്ട്. അമിതമായ അടുപ്പം അല്ലെങ്കിൽ നിരന്തരമായ അടുപ്പം ഒരല്പം അകൽച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകും, അതിൻ്റെ ആ വലിപ്പം അറിയാത്തതുകൊണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞ അടുത്ത് വരരുത്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്നറിയണം, ദൈവം ഇവിടെ ഉണ്ട്. ആ നമ്മളിൽ ഉണർത്തുന്ന ആ ഒരു ഭക്തി ബഹുമാനം ഇതെല്ലാം കൂടെ ചേർത്ത് പറയുന്ന ഒരു വികാരമാണത്, അല്ലേ? എനിക്ക് തോന്നുന്നു വിശുദ്ധ ജോൺ മരിയ വിയാനിയാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എല്ലാ ദിവസവും അർപ്പിക്കുന്ന ഈ ബലിയുടെ യഥാർത്ഥ രഹസ്യം മനസ്സിലാക്കിയാൽ ആ ബലി പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം ചിലപ്പോൾ ഒരു പുരോഹിതൻ ഹൃദയം പൊട്ടി സ്തംഭിച്ച് അൾത്താരയിൽ മരിച്ചു വീഴുമെന്ന്. നമ്മൾ ദിവസവും ഇങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ച് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരും കുർബാന കാണുന്നു. പക്ഷെ ഒന്ന് ധ്യാനിക്കുമ്പം ഈ വലിപ്പം, ഈ മജസ്റ്റി നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം. ഒപ്പം തന്നെ നമ്മൾ തെറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവത്തെ ഉപേക്ഷിച്ച് അങ്ങനെ പോകുമ്പം, ഈ ലോകത്തെ പറ്റിച്ച് പോകുമ്പോൾ ഈ മനുഷ്യരെ എല്ലാം നമുക്ക് വഞ്ചിച്ചു പോകാം. പക്ഷെ അവസാനം ഒരു അന്ത്യവിധി ഉണ്ടെന്ന് ബൈബിളിൽ വായിക്കും. എല്ലാം ദൈവം കാണുന്നു, അറിയുന്നു. ആ ദൈവത്തോട് നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നത്, അതിനും ദൈവ ഭയം
എന്ന് നമ്മൾ പറയും. യഥാർത്ഥ നീതി നടപ്പാക്കുന്ന ഒരാൾ. പക്ഷെ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ സാധാരണ ചെറുതാക്കി ചിന്തിക്കുന്ന പോലെ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയ എൻ്റെ വണ്ടി ഒന്ന് ഒരഞ്ഞു, ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാഞ്ഞുകൊണ്ടാണ്, അല്ലെ പള്ളിയിൽ പോകാഞ്ഞുകൊണ്ടാണ്. ഈ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ ഇങ്ങനെ കണക്ക് വെച്ച് നമ്മളിങ്ങനെ വഴിയരികത്തും യാത്രാസ്ഥലത്തും ഒക്കെ ഇട്ട് പീഡിപ്പിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ദൈവത്തെ ഒന്ന് സുഖിപ്പിച്ച് നിർത്തണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നതല്ല ഈ പേടി എന്ന് പറയുന്നത്. അതല്ല ദൈവഭയം. കുറെ കൂടെ അത് സ്നേഹത്തിൻ്റെതാണ്. ഇത്രയും വലിയ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാനും എൻ്റെ ധ്യാനത്തിന് മുമ്പിൽ തെളിഞ്ഞു വരാനും ആ ദൈവം മനുഷ്യനായി വരാനും ഒക്കെ ഇടയായെങ്കിൽ എത്ര വലിയ സ്നേഹമാണത്. ആ സ്നേഹത്തെ ആദരവോടെ കാണണ്ടേ? അതാണ് ദൈവഭയം. ഉദാഹരണത്തിന് വീട്ടിലെ അപ്പനെ കുറിച്ച് തന്നെ എടുക്കൂ. അപ്പനെ എപ്പോഴും പേടിച്ചിരിക്കേണ്ട കാര്യമില്ല മക്കള്. മറിച്ചൊരു തെറ്റ് ചെയ്താ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്ന അപ്പൻ ദുഃഖിക്കും. ആ അപ്പന് വിഷമമുണ്ടാകരുത് എന്ന മനസ്സിൻ്റെ ജാഗ്രത ഭയമാണ്. എൻ്റെ ഒരു കൈപ്പിഴ വന്നാൽ ഇത്രമാത്രം സ്നേഹമുള്ള അപ്പൻ ദുഃഖിക്കും. ആ അപ്പനെ വലിയ ശ്രദ്ധയോടെ കരുതണം. ഇതിനെയൊക്കെയാണ് നമ്മൾ ഈ ദൈവഭയം എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ല നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് പോലെ ഇല്ലേ, എനിക്ക് ജോലി കിട്ടാത്തത് എന്താ, പലരും പറഞ്ഞ് എൻ്റെ അടുത്ത് അവിടെ പോയി പ്രാർത്ഥിക്കാം, ഞാൻ പ്രാർത്ഥിച്ചില്ല, അവിടെ പോയില്ല, അതുകൊണ്ട് ജോലി കിട്ടിയില്ല. കണ്ട, കർത്താവ് പണി തന്നു. ഇങ്ങനെ പണി തരുന്ന ഒരാളായിട്ട് ദൈവത്തെ കണ്ട് പേടിക്കുന്നതല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബേസിക്കലി ദൈവത്തെക്കുറിച്ച് തന്നെ തെറ്റായിട്ട് ചിന്തിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചുള്ള ധാരണയാണ്. വലിയവനായ ദൈവം, വലിയവൻ എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ വാക്കുകളുടെ പരിമിതിയാണ്, അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ആ മഹാദൈവം എത്ര വലിയ സ്നേഹത്തോടെയാണ് നമ്മളോട് പെരുമാറുന്നത്. ആ സ്നേഹത്തോട് നമ്മൾ എങ്ങനെ പ്രത്യുദ്ധരിക്കും? ഇങ്ങനെയുള്ള വിചാരങ്ങളുടെ ആകെ തുകയാണ് ഈ ഭയം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള വിചാരങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ആ ദൈവത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ഉടലെടുക്കും. ആ സ്നേഹമാണൊരു ബന്ധം. നമ്മൾ പറയുന്ന മറ്റൊരു തരത്തിലുള്ള ഭയമാണെങ്കിൽ ഭയന്ന് മാറാനേ പറ്റൂ. ആദരവ് നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ, വിനയം നിറഞ്ഞ ആ ഭയം യഥാർത്ഥത്തിൽ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് തന്നെയാണ്. അങ്ങനെ അടുക്കുംതോറും നമുക്ക് മനസ്സിലാകും ഈ വലിയ ദൈവം എത്ര ചെറുതായി നമ്മളോട് പെരുമാറുന്നു. അതിനനുസരിച്ച് വളരെ ആർദ്രമായൊരു ബന്ധം നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് തോന്നുന്നു.